ഹായ് ഹോൾ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു നാച്ചുറൽ എയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു ഔഷധ സസ്യമാണ് കറ്റാർവാഴ. നമ്മളെ സ്കിന്നിന് മോയ്സ്ചറൈസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ തലയോട്ടിയും മോയ്സ്ചറൈസ് ചെയ്യണം. അതിന് പറ്റിയൊരു ഐറ്റമാണ് ഈ ഒരു ഐറ്റം. കാരണം തലയോട്ടിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്താലല്ലോ നമ്മുടെ എയറൊക്കെ നന്നായിട്ട് വളരുക. പിന്നെ പലർക്കും പറയുന്ന പ്രശ്നമാണ് മുടി വളർന്നില്ലെങ്കിലും വണ്ടിയില്ല, ഉള്ളത് കൊയ്യാതിരുന്നാൽ മതി. അതിനൊക്കെ പറ്റിയൊരു ഐറ്റാട്ടോ ഇത്. കാരണം മുടി പൊട്ടിപ്പോകുന്നതിനൊക്കെ നമ്മളെ തലയോട്ടിയെ സംരക്ഷിക്കുന്ന ഒരു ഐറ്റാണിത്. അപ്പോൾ പിന്നെ നമ്മുടെ എയറിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആരോഗ്യകരമായ ഒരു തലയോട്ടി നിലനിർത്താൻ അതിൽ മുടിയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കാൻ സഹായിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ എയറിനുള്ള ഒരുവിധ എല്ലാ പ്രശ്നങ്ങളും തീരും. പിന്നെ നമുക്ക് വേറെ ഒരു കെയറിങ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ പെരയുടെ മുകൾ ഭാഗത്താട്ടോ വെച്ചിട്ടുള്ളത്. ഇത് വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് കെയർ ചെയ്ത് വെച്ചാൽ ഇത് പിന്നെ അങ്ങ് താനേ വളർന്നോളൂ. ഇതിന് ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട കേട്ടോ. ഇതിന് നന്നായിട്ട് ചകിരിച്ചോറൊക്കെ നമ്മൾ മണ്ണിൻ്റെ ഇതിൽ മിക്സാക്കി വെച്ചു കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ചാണകം, പച്ച ചാണകമൊക്കെ കിട്ടുക, അല്ലെങ്കിൽ ഉണക്കിയ ചാണകപ്പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ചുകൊടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് മണ്ണൊക്കെ ഒന്ന് ചീകിയിട്ട് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്താൽ നല്ലതാണ്. കൂടുതൽ ഇതിന് ചകിരി കേട്ടോ വെച്ചുകൊടുത്തിട്ടുള്ളത്. ഒക്കെ ഉമ്മാൻ്റെ ഒരു ടിപ്പാണ്, പക്ഷെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്ര നല്ലായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ അടുത്തുള്ള കസിൻസിനും വീട്ടിലും എല്ലാവർക്കും കൊടുത്ത് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന ബാലൻസ് ആട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇതേപോലെ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കട്ടുള്ള തണ്ടൊക്കെയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാറാണ്. അടിഭാഗം നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ മേൽഭാഗം ഒന്നും പൊട്ടിച്ച് ഇങ്ങനെ ഇതാക്കിയാൽ പിന്നെ അതിനൊരു വളർച്ച മുരടിച്ച പോലെ ആവും. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല അത്യാവശ്യം വണ്ണവും ഇതൊക്കെ ഉള്ള ഐറ്റം നോക്കിയിട്ട് വേണം നമ്മൾ ഇതേപോലെ വെട്ടിയെടുക്കാൻ. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഭയങ്കര അലർജി പ്രശ്നം ഉണ്ടാക്കട്ടെ എല്ലാവർക്കും. അപ്പോൾ ഇത് ടീമെന്ന് കംപ്ലീറ്റ് പോയിക്കണം നമ്മൾ ഉറപ്പാക്കണം. ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് കളയണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൽ ഇതിങ്ങനെ കുത്തി വെച്ചിട്ട് ഒരു ദിവസം ഫുള്ള് വെച്ചാലും അത്രയും ബെറ്റർ ആട്ടോ. ഞാനിപ്പോൾ വൈകുന്നേരമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ എടുത്തിട്ടാണ് പിന്നെ ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ ഇത് ഉണക്കാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ സിമ്പിളായിട്ട് വീട് തോരടാനൊക്കെ ഇങ്ങോട്ട് മുകൾ ഭാഗത്തേക്കാണ് വരാറ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് കഷ്ണം വെട്ടിക്കാണ്ട് താഴത്തേക്ക് കൊണ്ടുപോയിട്ട് ഞാനൊരു പേപ്പറിൽ ഇങ്ങനെ വെക്കാറാട്ടോ. നമ്മളെ ഫാമിലിക്കാവട്ടെ നമ്മുടെ മക്കൾക്കാവട്ടെ നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻറ്റ് കെയറിങ് ഇത് നമ്മളെ കാര്യത്തിലും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനായിട്ടൊരു ടൈം കണ്ടെത്തുക. നമ്മൾ ഇതിനിടയിൽ നമ്മളെ മറക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ എയർ, നമ്മുടെ സ്കിന്ന്, ഇതൊക്കെ നമ്മൾ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് അതിൻ്റെ കൂടെ കൊണ്ട് നടക്കുക കേട്ടോ. അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തുന്നത് അതിപ്പോൾ ഇത്ര വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ വീട്ടുജോലികളും കാര്യങ്ങളും ചെയ്യുന്ന ഇടയിൽ തന്നെ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങളും കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ എല്ലാതും പെർഫെക്റ്റായിട്ട് നടക്കും. നമ്മൾ പറയും സമയമില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ, പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നേരം വെളുത്ത് ഓരോന്നിനും ഓരോ സമയം കണ്ടെത്തുമ്പോൾ എല്ലാത്തിനും നമുക്ക് സമയം ഉണ്ടാവും കേട്ടോ. നമ്മൾ വിചാരിക്കണം എന്ന് മാത്രം. ഇനിയിപ്പോൾ ഇതൊക്കെ ഇതേപോലൊരു ന്യൂസ് പേപ്പർ വിരിച്ച് വെച്ചിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്തേക്കണേ. എന്നിട്ട് ഞാൻ വീണ്ടും മുകളിലേക്ക് തന്നെ കയറുകയാണ്. ഇതുണ്ടല്ലോ ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടുമെന്ന് പറഞ്ഞ മാതിരി ഉയരം കൂടുന്തോറുമാണ് വെയിൽ നന്നായിട്ട് കിട്ടുക. ഇതിന് നന്നായിട്ട് വെയിൽ കിട്ടിയാൽ അത് നല്ല രീതിയിൽ ഉണങ്ങുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ അതൊരു പൂപ്പൽ വന്ന പോലെയും ശരിക്കും ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ല വെയിലുള്ള ദിവസമൊക്കെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അന്നൊക്കെ ഈ ഒരു പരിപാടിക്ക് നിന്നാൽ പെർഫെക്റ്റായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ. ഇതുണ്ടല്ലോ ഞാൻ മുന്നേ ചെയ്തു വെച്ച് എണ്ണ തീരാറായതാട്ടോ. ഇത് അത്യാവശ്യം ഇപ്പോൾ ഒരു 2-3-4 മാസത്തിനൊക്കെ നമ്മളിങ്ങനെ ഇട്ടുവെച്ചാൽ യൂസ് ചെയ്യാൻ പറ്റും. അലർജി പ്രശ്നമുള്ള ഒരു ബോഡിൻ്റെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും പാർട്സിൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ മക്കൾക്ക് പ്രായപരിധി ഇല്ലാതെ എല്ലാവർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഓയിലാട്ടോ. ഇതുണ്ടല്ലോ പതിവായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ മുടി കൂടുതൽ ഭംഗിയുള്ളതായിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അതുമാത്രമല്ല കൈകാര്യം ചെയ്യാനൊക്കെ എളുപ്പമാവട്ടാ. എണ്ണ വെച്ചിട്ട് ഡെയിലി എണ്ണ തേക്കണമെന്ന് ഞാൻ പറയില്ല. അത് ഞാനെന്നല്ല ആരും പറയും. നമ്മൾ പെട്ടെന്ന് നമ്മൾ ഡെയിലി വേഗം എണ്ണയൊക്കെ എന്നിട്ട് വേഗം കഴുകിക്കളെ, അതിൽ യാതൊരു കാര്യമില്ല കേട്ടോ. നമ്മൾ വീക്കിലി 2-3 തവണ ഇങ്ങനെ ഈ എണ്ണ
തലയോട്ടിയിലും മുടിയിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ തന്നെ വെക്കുക. എന്നിട്ട് നല്ല വീര്യം കുറഞ്ഞ ഷാമ്പു ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തല കഴുകുക. സോപ്പൊന്നും അധികം ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ അധികം തലയിൽ സോപ്പ് ഇടാറില്ല. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മുടിയിൽ വരുന്ന മാറ്റം ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. എനിക്ക് പേഴ്സണലി ഫീൽ ഉണ്ട്. ഞാൻ എൻ്റെ മക്കൾക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. ഇനിയും ഇത്തരം നാച്ചുറൽ ടിപ്പുകളും ഫാമിലി വ്ളോഗും റെസിപ്പികളുമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ ഓക്കെ, ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.